റാണീസ് രുചിക്കൂടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് നമുക്കേ അപ്പം ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണ നമ്മൾ അപ്പത്തിന്റെ മാവൊക്കെ തലേദിവസം അരച്ചിട്ട് രാവിലെയല്ലേ ഉണ്ടാക്കാറ്. ഇത് നമുക്ക് അരിയൊന്നും കുതിർക്കാതെ 2 മണിക്കൂറിൽ അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. ഞാനിവിടെ ഈ ബൗളിന് 2 ബൗള് ഇടിയപ്പത്തിന്റെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുക്ക്ഡ് റൈസ്, നമ്മുടെ മട്ട റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇനി അഥവാ വെള്ള റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, അതനുസരിച്ച് അപ്പത്തിന്റെ കളർ മാറുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. കുക്ക്ഡ് റൈസ് ഞാൻ ഇതേ ബൗളിന് തന്നെ 1 ബൗൾ എടുക്കുന്നുണ്ട്. ഒരേ പാത്രത്തിൽ തന്നെ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്. പിന്നെ ഇതേ ബൗളിന് തന്നെ 2 ബൗൾ അളന്നെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം നമ്മൾ ചേർക്കണ്ട കേട്ടോ. ഇത് സാധാരണ അരി അരയ്ക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയോ. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെക്കുകയാണ് വേറൊരു പാത്രത്തിൽ. എന്നിട്ട് അത് നല്ല ചൂട് ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ പാത്രത്തിന്റെ മുകളിലേക്ക് നമ്മുടെ മാവ് അരച്ചിട്ടില്ലേ ആ പാത്രം വെക്കുകയാണ് കേട്ടോ. കവർ ചെയ്ത് തന്നെ നമ്മൾ വെക്കുക. എന്നിട്ട് അത് അവിടെ ഇരുന്നോട്ടെ. 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് പുളിച്ചു പൊങ്ങി വരുന്നത് നമുക്ക് നോക്കാം. 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ പതുക്കെ മാവിന്റെ പാത്രം ഒന്ന് തുറന്നു നോക്കൂ. ഇത് കണ്ടോ, നന്നായിട്ട് ഇത് പുളിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പം ഉണ്ടാക്കി നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതിനകത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതേ അളവിൽ തന്നെ വെള്ളം മതി കേട്ടോ. ഇതിന് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമുക്ക് ഒരപ്പം കൂടെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഇതേ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷൻ എല്ലാം നോക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഒരു കാര്യം കൂടി, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഈ ചാനലിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ അപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.